പോസ്റ്റൽ വകുപ്പിലെ ക്രിസ്മസ് കരോൾ ദേശഭക്തി ഗാന വിവാദത്തിൽ വർഗീയ വിഷം പ്രചരിപ്പിക്കാനുള്ള CPM നീക്കം പൊളിയുന്നു. BMS നിലപാട് സ്വീകരിച്ചത് ക്രിസ്ത്യൻ വിശ്വാസിയായ യുവതിക്ക് വേണ്ടിയാണ്. BMS പ്രവർത്തകയായതിനാൽ കരോൾ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് രേഷ്മ മേരി ജോസ് പറഞ്ഞത്. ജനം ബ്രേക്കിംഗ്. പോസ്റ്റൽ വകുപ്പിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയാൽ കരോൾ ഗാനത്തിന് പകരം ദേശഭക്തി ഗാനം പാടുമെന്ന് BMS ശാഠ്യം പിടിച്ചെന്നും ഇതുമൂലം ആഘോഷം തന്നെ റദ്ദായെന്നുമായിരുന്നു വ്യാജ പ്രചരണം. തിരുവനന്തപുരത്തെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ നിന്ന് ആരംഭിച്ച വ്യാജ പ്രചരണം ചില മാധ്യമങ്ങളും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള CPM നേതാക്കളും ആഘോഷമാക്കി മാറ്റി. ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിലെ ജീവനക്കാരിയായ രേഷ്മ മേരി ജോസിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെ വർഗീയ വിഷം പ്രചരിപ്പിക്കാനുള്ള CPM നീക്കം പൊളിയുകയാണ്. ഇടതുബന്ധം ഉപേക്ഷിച്ച് BMS പ്രവർത്തകയായതിനാൽ കരോൾ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ക്രിസ്ത്യൻ വിശ്വാസിയായ രേഷ്മ മേരി ജോസ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് കരോൾ പാടുന്നല്ല. അന്നൊന്നും നമ്മൾ വർഗീയ ശക്തികളല്ലായിരുന്നല്ലോ. ഞാൻ NFP-ന്ന് ഇറങ്ങിയോണ്ടായിരിക്കാം അന്ന് തൊട്ട് തുടങ്ങിയാണ് ഐസൊലേഷൻ. പിന്നെ DPSC ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കാം ഇപ്പം പൂർണ്ണമായിട്ടും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത്. എന്നോട് കരോള് പാടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഗ്രൂപ്പില് അസിസ്റ്റന്റ് സെക്രട്ടറി ആ ഗ്രൂപ്പിൽ അഡ്മിൻ തന്നെ എന്നെ ആഡ് ചെയ്തു. കുറെ കരോൾസും പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതെല്ലാം എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു. ലിറിക്സ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു. പ്രാക്ടീസും ചെയ്തു. അത് കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ എന്നെ റിമൂവ് ചെയ്തതായിട്ട് കണ്ടു ഈ അസിസ്റ്റന്റ് സെക്രട്ടറി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നിയോണ്ടാണ് ഞാൻ യൂണിയനായിട്ട് അത് ടേക്കപ്പ് ചെയ്തത്. BMS-ൽ ചേർന്നതിന് പിന്നാലെ പതിവായി പങ്കെടുത്തിരുന്ന മറ്റു പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയെന്നും രേഷ്മയുടെ ശബ്ദ സന്ദേശത്തിലുണ്ട്. ഹിന്ദിയുടെ കാര്യവും ഞാൻ പറഞ്ഞില്ലായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ ഗ്രൂപ്പ് സോങ്ങിലുള്ളതാണ്. പക്ഷെ ഞാനുണ്ടെങ്കിൽ പാടില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഇതും ഞാൻ ഇൻഫോർമലായിട്ട് അറിഞ്ഞത് ഇത് തന്നെയാണ് റീസൺ എന്നാണ്. ഞാൻ 3 വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യാനെ ഞാൻ തന്നെയല്ലേ പാടുന്നത്. അപ്പൊ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം അവർക്ക് ഇപ്പൊ ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും കാരണം. യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് തന്നെയായിരിക്കും എന്നെ മാറ്റിയത്. വിശ്വാസത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമായി വർഷങ്ങളായി കരോൾ പാടിയിരുന്ന യുവതിക്ക് രാഷ്ട്രീയ ചായ്വിന്റെ പേരിൽ CPM സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് അയിത്തം കൽപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തം. BMS-കാർ കരോൾ ഗാനം പാടേണ്ടെന്ന ഇടതുതിട്ടൂരത്തിനെതിരെയാണ് ബദൽ പരിപാടി എന്ന നിലപാടുമായി ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് വന്നത്. വിലക്കേർപ്പെടുത്തിയാൽ കരോൾ ഗാനത്തിനൊപ്പം CPM-ന് ഇഷ്ടമില്ലാത്ത ദേശഭക്തി ഗാനങ്ങളും പാടുമെന്നും BMS നിലപാടെടുത്തിരുന്നു. പിന്നാലെയാണ് ഇടത് സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അധികൃതർ ക്രിസ്മസ് പരിപാടി റദ്ദാക്കിയത്. വാസ്തവം ഇതായിരിക്കെ വർഗീയത കുത്തിയിളക്കാനുള്ള ഇടത് സംഘടനാ നീക്കത്തിന് കുടപിടിക്കുകയാണ് മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള CPM നേതാക്കൾ. ക്രിസ്മസ് ആഘോഷ പരിപാടി റദ്ദാക്കിയതിന് പിന്നിൽ BMS ആണെന്നാരോപിച്ച് തിങ്കളാഴ്ച നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ V ശിവൻകുട്ടി പങ്കെടുക്കും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.